ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ SSC GDക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്, നമുക്ക് ഡൗട്ടായിട്ട് വന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ മന്ദാറിന് 2 കുട്ടികളുണ്ട്. എന്താ പറയുന്നത്, കേതനും തുഷാറും. 11 ഇയർ ഓൾഡ് കേതനാണ്, 12 ഇയർ ഓൾഡ് തുഷാറാണ്. രണ്ടുപേർക്കും പൈസ കൊടുക്കുന്നു. ബട്ട് കേതൻ ആൻഡ് തുഷാർ വിൽ ഗെറ്റ് മണി ഓൺലി വെൻ ദേ ടേൺ 22 ഇയർ ഓൾഡ്. അതായത് ഇവൻ 11 വയസ്സുള്ളവൻ 11 വർഷം കഴിഞ്ഞും 12 വയസ്സുള്ളവൻ 10 വർഷം കഴിഞ്ഞും ആണ് എന്ത് ചെയ്യുന്നത്, പൈസ കിട്ടുന്നത്. ടിൽ ദെൻ ദ മണി ഈസ് ഇൻ എ ബാങ്ക് ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് 8% കോമ്പൗണ്ടഡ് ആനുവലി. വെൻ ബോത്ത് ടേൺ 22 ദ റിസീവ് ദ സെയിം എമൗണ്ട്. അപ്പോൾ ഈ സെയിം എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ട്രിക്ക് മാത്രം ഞാൻ പറഞ്ഞുതരാം. അല്ലാതുള്ളത് കോമ്പൗണ്ടേഴ്സിൻ്റെ അർജുന ബാച്ചിൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഏവിയ ബാച്ച് വരുമ്പോൾ അവിടെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള നമ്മുടെ എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1+r/100 റേസ് ടു n കോമ്പൗണ്ടേഴ്സിൻ്റെ എമൗണ്ട് ഫോമുല വെച്ച് വരുന്ന ട്രിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരൊക്കെയാണ് ഉള്ളത്, നമുക്ക് തുഷാറും ഉണ്ട് കുട്ടിയായിട്ട്, അതുപോലെ കേതനും ഉണ്ട് അല്ലേ, കേതനുണ്ട്. അപ്പോൾ ഇവരുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഈക്വൽ എമൗണ്ട് ആണ്. ഈക്വൽ എമൗണ്ട് ആണെങ്കിൽ നമുക്കിവിടെ 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇപ്പോൾ 4% 1/25 ആണ്, 8% 2/25 ആണ്, അല്ലെങ്കിൽ 8/100. അതായത് 25 രൂപയാണ് ഞാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് 27 രൂപയായിരിക്കും 8% ഇൻട്രസ്റ്റിൽ ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 25ഉം 27ഉം ആയിരിക്കും ഇവരുടെ റേഷ്യോ. അത് 27/25 റേസ് ടു അവരുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഡിഫറൻസ് 11ഉം 12ഉം ഡിഫറൻസ് എത്രയാണ്, 1 പക്ഷേ ഇതിലൊരു പ്രശ്നം, തുഷാറിനാണോ 27 പോകുന്നത്, കേതനാണോ 25 പോകുന്നത്, അത് നമ്മൾ നോക്കണം. അത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് 11 വയസ്സുള്ള കേതന് 22 വയസ്സ് 11 വർഷം കൊണ്ടാണ് ഒരു എമൗണ്ട് കിട്ടുന്നത്. എന്നാൽ 12 വയസ്സുള്ള തുഷാറിന് 22 വയസ്സാകുമ്പോഴത്തേക്കും അതേ എമൗണ്ട് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്, തുഷാറിന് കുറഞ്ഞ സമയം കൊണ്ട്, അതായത് 10 വർഷം കൊണ്ട് കേതന് കിട്ടുന്ന അതേ പൈസ കിട്ടും. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഒരേ പൈസ കിട്ടുന്നു. അപ്പോൾ ഈ തുഷാറിനായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ പൈസ ഉള്ളത്. ഇനിഷ്യലി കൂടുതൽ പൈസ ഉള്ളവർക്കായിരിക്കും കുറച്ച് സമയം കൊണ്ട് ആ ഒരു എമൗണ്ടിലോട്ട് എത്താൻ പറ്റുന്നത്, മറ്റവൻ്റെ അതേ എമൗണ്ടിലോട്ട് എത്താൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പറയാം തുഷാറിനാണ് എന്ത് ചെയ്തത്, കൂടുതൽ പൈസ. അതായത് 27 യൂണിറ്റ് തുഷാറിനാണെങ്കിൽ 25 കേതനാണ്. റേഷ്യോ എത്രയാണ്, പവർ 1. അപ്പോൾ തുഷാറിന് 27 കിട്ടിയാൽ കേതന് 25 കിട്ടും. അപ്പോൾ ടോട്ടൽ 27 25ഉം 52 യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത്, അയാൾ കൊടുക്കുന്നത്. ആ 52ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ആർക്കാ, മന്ദാറിനുള്ള പൈസ 247.00. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം, തുഷാറിൻ്റെ ഹൗ മച്ച് മണി തുഷാർ. അപ്പോൾ തുഷാറിന് 27 യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ 52, 5 2 7 27-നകത്ത് എന്തുണ്ട്, 9 ഉണ്ട്. ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓപ്ഷൻ നോക്കാം, 9ൻ്റെ മൾട്ടിപ്പിൾ 3 11 13 18. 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് നോക്കാം. 8 10 15, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 10 17 22, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 4 5 12 17, 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ എ മാത്രമേ 9ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. അപ്പോൾ തുഷാറിന് കിട്ടുന്ന എത്രയാണ്, 12,825 രൂപയാണ്